പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, പോരാട്ടങ്ങളുടെ കനലിൽ എഴുതിയ നാമധേയമാണ് സഖാവ് അഴീക്കോടൻ രാഘവൻ്റേത്. നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 53-ാം ചരമവാർഷികം വിവിധങ്ങളായ പരിപാടികളോട് കൂടിയിട്ടാണ് കേരളത്തിലെമ്പാടും ഇന്നത്തെ ദിവസവും ഇന്നലെയുമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. മാർക്സിസം അജീയമാണ്, മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള അനുസ്മരണ ദിനങ്ങൾ വളരെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ബ്രാഞ്ച് തലത്തിലും അതുപോലെ ഇതുപോലത്തുള്ള ഇടതുപക്ഷം, ഹൃദയപക്ഷം എന്ന നവകൂട്ടായ്മയെല്ലാം, മാധ്യമ കൂട്ടായ്മയെല്ലാം ഇത്തരത്തിലുള്ള പ്രഭാഷണ പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 23-ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഴീക്കോടൻ രാഘവൻ്റെ സഖാവിൻ്റെ 53-ാം ചരമവാർഷികമാണ് നടക്കുന്നത്. കാർഷിക സർവകലാശാലക്ക് ഭൂമി വാങ്ങുന്നതിൽ അഴിമതി, അതിൻ്റെ തെളിവായി ഒരു കത്ത് ഉണ്ടെന്ന വിവരത്തിൻ്റെ പിന്നാലെയായിരുന്നു അഴീക്കോടൻ രാഘവൻ കൊല്ലപ്പെടുന്നത്. 1972 സെപ്റ്റംബർ 23-ാം തീയതി രാത്രി അദ്ദേഹം പാർട്ടിയുടെ ഒരു പരിപാടിക്ക് തൃശ്ശൂരിലെത്തിയപ്പോൾ ചെട്ടിയങ്ങാടിയിൽ കുത്തേറ്റ് മരിക്കുകയാണ് സംഭവിച്ചത്. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായും ഇടതുമുന്നണി കോർഡിനേഷൻ്റെ കമ്മിറ്റി കൺവീനറായിട്ടും അതുപോലെ ഒട്ടേറെ ട്രേഡ് യൂണിയൻ ഭാരവാഹിയായിട്ടും സഖാവ് അങ്ങനെ 22-ാം തീയതി സഖാവ് തൃശ്ശൂരിൽ എത്തിച്ചേർന്നു. 23-ാം തീയതി രാവിലെ എറണാകുളത്ത് ഒരു ട്രേഡ് യൂണിയൻ യോഗത്തിൽ പങ്കെടുത്ത് രാത്രി തിരിച്ച് പ്രീമിയർ ലോഡ്ജ് രാത്രി 9 മണിക്ക് എത്തിയപ്പോഴാണ് ഒരു സംഘം കാവാലികർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലതുപക്ഷക്കാരും ചില അരാജക പ്രവണതയുള്ള ഇടതുപക്ഷ കൂട്ടായ്മയും ചേർന്നുകൊണ്ട് സഖാവിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും സഖാവ് കൊല്ലപ്പെട്ടത് ആ കാലത്ത് നിഴലിച്ചു നിന്ന്, അക്കാലത്ത് ഈ കേരളം ഭരിച്ചിരുന്നത് 1970 മുതൽ 77 വരെ അച്യുതമേനോൻ ഗവൺമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ നേതൃത്വത്തിലാണ് വലിയ അഴിമതി ആ സമയത്ത് നടക്കുകയുണ്ടായിട്ടുള്ളത്. ആ അഴിമതിയുടെ രേഖ നവാബ് രാജേന്ദ്രൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ജനകീയ വിഷയങ്ങളാക്കി അന്നത്തെ പത്രത്തിൽ മാധ്യമരംഗത്ത് അഴിമതിക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നവാബ് രാജേന്ദ്രൻ്റെ നവാബ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ആരെടുക്കെ എന്നുള്ള അന്വേഷണം വന്നു. ആ ഒറിജിനൽ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഴീക്കോടൻ്റെ അടുക്കെയാണ് എന്ന് നവാബിനെ
ക്രൂരമായി മർദ്ദിച്ചപ്പോൾ നവാബ് പറയുകയും അഴീക്കോടൻ രാഘവൻ്റെ കയ്യിൽ ആ കത്ത്, അതായത് കത്ത് കരുണാകരൻ്റെ PA ആണ് ഈ എസ്റ്റേറ്റ് ഉടമക്ക് നൽകുകയുണ്ടായി. ആ കത്താണ് നവാബ് രാജേന്ദ്രൻ്റെ കയ്യിലെത്തുകയും പ്രസിദ്ധീകരണം നടത്തുകയും ചെയ്യുകയുണ്ടായിട്ടുള്ളത്. കത്തിനു വേണ്ടി അഴീക്കോടൻ്റെ വീട് വരെ അന്ന് ജയറാം പടിക്കൽ എന്ന് പറയുന്ന കുപ്രസിദ്ധ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തുകയുണ്ടായിട്ടുണ്ട്. ജയറാം പടിക്കൽ ഈ കത്തിൻ്റെ കോപ്പി കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തിയെങ്കിലും അഴീക്കോടനെ സമീപിച്ചപ്പോൾ അഴീക്കോടൻ അത് എൻ്റെ കയ്യിലില്ല എന്നും EMSൻ്റെ കൈമിലാണ് അത് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അഴീക്കോടൻ്റെ കയ്യിൽ തന്നെ ആ കത്ത്, വിവാദ കത്ത്, അഴിമതിയായി ബന്ധപ്പെട്ട കത്ത്, എസ്റ്റേറ്റ് മുതലാളിക്ക് അയച്ച കത്ത് ഉണ്ട് ഈ അഴീക്കോടൻ്റെ കയ്യിൽ. അഴീക്കോടൻ അടുത്ത ദിവസം തന്നെ അത് നിയമസഭയിൽ അവതരിപ്പിക്കും എന്നും സൂചിപ്പിച്ചതുകൊണ്ട് അഴീക്കോടനെ വകവരുത്തുകയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. എന്ന് പിന്നീട് ജയറാം പടിക്കൽ വർഷങ്ങൾക്ക് ശേഷം ആത്മകഥ യുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും വലിയ നേതാവാണ് സഖാവ് അഴീക്കോടൻ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സ്വാതന്ത്ര്യത്തിനു മുമ്പേ ഒരുപാട് നേതാക്കളെല്ലാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം അനുഭവിച്ച ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിനെ കൊല്ലപ്പെടുന്നത് സഖാവ് അഴീക്കോടൻ്റെ മരണത്തോടു കൂടിയിട്ടാണ്. 5ാം ക്ലാസ്സിൽ മാത്രം വിദ്യാഭ്യാസമുള്ള സഖാവ് ബീഡി തൊഴിലാളിയായിട്ടാണ് ട്രേഡ് യൂണിയൻ രംഗത്തെ. അങ്ങനെ ഒരു ജനപ്രതിനിധിയായി നിൽക്കാൻ പോലും ആഗ്രഹിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാതെ സഖാവ് അഴീക്കോടൻ തൻ്റെ പ്രസ്ഥാനം ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിക്കാനും മാർക്സിസവും സോഷ്യലിസത്തെക്കുറിച്ച് സാധാരണക്കാരന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായി കൊടുക്കാനും ജീവിതത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച സഖാവാണ് നമുക്ക് നഷ്ടമായത് 1972 സെപ്റ്റംബർ 23 രാത്രി. ഇത്തരത്തിലുള്ള കശാപ്പ് തന്ത്രങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ചിലർ ഉപയോഗിക്കുന്നു. പക്ഷേ ആദർശമാണ് ഏറ്റവും വലുത്. ഈ മാർക്സിസം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് ഇസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ സഖാക്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് തളർന്നു പോകുന്നു. ചില വിഷയങ്ങളിൽ നമ്മളെന്താണ് അന്താളിച്ചു പോവുകയാണ്. അങ്ങനെ അന്താളിച്ചു പോവുകയും തളരുകയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അണികൾ ആയി നിൽക്കുന്നവർ ചെയ്യേണ്ടത്. അവർ തീർച്ചയായിട്ടും ആശയവ്യക്തത ഉണ്ടാക്കി ധീരമായി ഇത്തരത്തിലുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അതുപോലെ വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഇതിനു മുമ്പേ ആണ് നമ്മൾ യെച്ചൂരിയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. യെച്ചൂരിയിലെല്ലാം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഈ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായാലും നമ്മളെ പ്രസ്ഥാനം വളരെ മുമ്പോട്ട് പോയാലും പിറകോട്ട് പോയാലും തീർച്ചയായിട്ടും അത് ഇന്ത്യ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ യെച്ചൂരിയെല്ലാം കാണിച്ചിട്ടുള്ള മികവും ആശയപരമായിട്ടുള്ള പടച്ചട്ട അതൊരു പ്രധാന ഘടകമാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ ചിലപ്പോഴെല്ലാം മാർക്സിസ്റ്റുകാരെയെല്ലാം കണ്ടാൽ കുറവാക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളുടെ പ്രസ്ഥാനം ഈ മംഗലാപുരത്തുനിന്ന് അപ്പുറത്തുണ്ടോ, നിങ്ങളുടെ പ്രസ്ഥാനം ആകെയുള്ള 3 സ്റ്റേറ്റിൽ നിന്ന് പിറകോട്ട് പോയില്ലേ, ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഈ രാജ്യത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായാലും ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നതിൽ, വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ, രാഷ്ട്രീയ വ്യക്തത വരുത്തുന്നതിൽ പലപ്പോഴും
കോൺഗ്രസ്സുകാർ പോലും സമീപിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷത്തിൻ്റെതാണ്, അഴീക്കോടൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തെയാണ് പലപ്പോഴും സമീപിക്കാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാം UPA ഗവൺമെൻറ്, രണ്ടാം UPA ഗവൺമെൻറ്, ആ കാലഘട്ടത്തിലെല്ലാം അവരുടേതായ പല വിഷയങ്ങൾ വരുമ്പോഴും ആശയവ്യക്തതയ്ക്ക് അല്ലെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായ രീതിയിൽ ആശയവ്യക്തത പലപ്പോഴും വരുത്തിയത് നമ്മുടെ പാർട്ടി ലീഡർഷിപ്പിൻ്റെ, ഇപ്പം സോണിയാഗാന്ധി ആയിക്കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി ആയാലും ഗാഡ്ഗെ ആയാലും ഇപ്പോഴും ബന്ധപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ ലീഡർഷിപ്പിനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങോട്ടെല്ലാം പറയാനുള്ളത്, കാരണം നമ്മുടെ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം BJP പോലെയോ കോൺഗ്രസിനെ പോലെയോ കേവലം ഒരു ഇന്ത്യ രാജ്യത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത്. അത് ലോകത്തിലെ 106 രാജ്യങ്ങളിൽ 196 രാജ്യങ്ങളിൽ 106 രാജ്യങ്ങളിൽ പ്രബലമായി പ്രബല ശക്തിയായി വളർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെയെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെങ്കൊടിയും അരിവാളും, ആ ചെങ്കൊടിയിൽ അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത കൊടികളാണ്. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജിഹ്വയായി ഈ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. ഈ ലോകത്തിന് തന്നെ വഴികാട്ടിയായി മുതലാളിത്തത്തിനെതിരെ ബദൽ സോഷ്യലിസമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് അഴീക്കോടൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ സമയത്ത് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ ബദല് പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 2016 മുമ്പേ 2016 ശേഷവും എന്ന ഒരു വേർഷൻ എടുത്താൽ 2016 മുമ്പേ കേരളത്തിൽ ഒരുപാട് ആശ്വാസ നടപടികളായിട്ടാണ് അന്ന് വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും, UDF ആയാലും LDF ആയാലും ചില ആശ്വാസ നടപടികളായിട്ടാണ് മുന്നോട്ട് പോയത്. പെൻഷൻ രൂപീകരിച്ചു, അതുപോലെ തന്നെ ഇവിടെ 2 രൂപ അരി കൊടുത്തു. അങ്ങനെ ചില ആശ്വാസ നടപടികളാണ് 2016 മുമ്പേ സ്വീകരിച്ചെങ്കിൽ 2016 ശേഷം കേരളം എന്താണ് ബദൽ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ സഖാക്കൾ പലപ്പോഴും സന്നദ്ധമാകുന്നില്ല എന്നുള്ള പരാതി ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പം അടുത്ത ദിവസം കതിരൂരിലൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ എന്താണ് സമ്പൂർണ്ണ ലൈബ്രറിയുടെ ഒരു പ്രഖ്യാപനം പരിപാടി നടക്കുകയാണ്. ആ പ്രഖ്യാപന പരിപാടി നടക്കുന്നതിനിടയിൽ സഖാവ് ശിവദാസൻ MP ഒരു ചോദ്യം ആടെ കൂടിയിരിക്കുന്ന ഹരിത കർമ്മസേനക്കാരോട് ചോദിച്ചു. അതായത് ഹരിത കർമ്മസേനക്കാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അതായത് നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പേ ഹരിത കർമ്മസേന രൂപീകരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള സാമ്പത്തിക സഹായ തുക എത്ര എന്നതാണ് ചോദ്യം. അന്നേരം ഹരിത കർമ്മസേനേൻ്റെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു 2000 രൂപ എന്നാണ്. എന്നാൽ ശിവദാസൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്, എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഹരിത കർമ്മസേനേൻ്റെ അംഗം എഴുന്നേറ്റ് പറയാണ്, മാലിന്യമുക്ത പരിപാടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേന വേണ്ടി തൊഴിലാളികൾ എഴുന്നേറ്റ് നിൽക്കുന്നു പറയുകയാണ്, 15 രൂപയിലും 20 രൂപയിലും ഇടയിൽ ലഭിക്കുന്നു എന്നാണ്. നമ്മുടെ ഒരു മുഖ്യധാര പത്രങ്ങളും ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മുഖ്യധാര പത്രങ്ങളും ഇത് എവിടെയും പഠിപ്പിക്കാനും സന്നദ്ധമാകുന്നില്ല. ഇപ്പോൾ 15നും 20നും ഇടയിൽ തുക ലഭിക്കുന്ന ഹരിത കർമ്മസേനക്കാർ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ ശുചിയാക്കുന്ന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇവരുടെ 10-36 പേർ 40 പേർ ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കുടുംബം ഒരു പുതിയ തൊഴിലിലേക്ക്, ഒരു വരുമാന മാർഗത്തിലേക്ക് പോവുകയാണ്. ഇതൊരു പത്രവും എഴുതുന്നില്ല, ഇത് ഇടതുപക്ഷക്കാരായ നമ്മൾ പഠിക്കുന്നുമില്ല, ഇതെവിടെയും ചർച്ചക്ക് എടുക്കുന്നില്ല. നമ്മൾ ചില നുറങ്ങുകൾ മാത്രം ചർച്ച ചെയ്യാണ്. ചിലപ്പോൾ വലതുപക്ഷക്കാർ പറയുന്ന കാഴ്ചപ്പാടിൻ്റെ ഒപ്പരം ഒന്നിച്ച്
നമ്മളും വിമർശകരായി മാറുന്നു എന്നുള്ളതാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്നും, പഠിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വർഗീയ ശക്തികളെല്ലാം വളരെ ആസൂത്രിതമായി നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ, ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ പിടിമുറുക്കാൻ വളരെ ശക്തമായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം ഈ സമയത്ത് കൂടി ഞാൻ ഓർക്കുകയാണ്. അതാണ് നമ്മൾ അനിവാര്യമായി സൂക്ഷിക്കുക. പ്രവർത്തകനായി തൊഴിലാരംഭിച്ച് ട്രേഡ് യൂണിയനിൽ വളരെ ശക്തമായി ഒരുപാട് പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവ് അഴീക്കോടനെല്ലാം മുന്നോട്ട് പോയത്. അക്കാലത്ത് BD മേഖലയിലെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹയർ എഡ്യൂക്കേറ്റഡ് ക്വാളിഫിക്കേഷനിലുള്ള ഒരു ടീച്ചറെ എടുക്കുകയാണ്, ഒരു BD-കാരനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനുകാലികങ്ങൾ എന്താണോ എന്നത് കൃത്യമായി അപഗ്രഥനം ചെയ്യാനും, റഷ്യൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്, ഉക്രൈൻ ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായി ഈ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട് എന്നെല്ലാം കൃത്യമായി ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനേക്കാളും കൂടുതൽ ചരിത്രത്തെക്കുറിച്ച് അറിയാനും, ആനുകാലികങ്ങൾ പറയാനും, സാഹിത്യങ്ങൾ പറയാനും എല്ലാം ഒരു കാലത്ത് എന്തിനും പടച്ചട്ട അണിയുന്ന ഒരു തൊഴിലാളി വർഗമായിട്ട് BD തൊഴിലാളി വർഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആ BD തൊഴിലാളി വർഗമായാലും ഏത് തൊഴിലാളി വർഗമായാലും നമ്മൾ പലതും പഠിപ്പിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. അതായത് ശിവദാസൻ MP ചോദിച്ച് ആ കാര്യം ആ ഹരിതകർമ്മസേനക്കാരുടെ വായിൽ നിന്ന് തന്നെ കേട്ടപ്പോഴാണ് ഈ പ്രഭാഷണം നടത്തുന്ന എനിക്ക് പോലും ഹരിതകർമ്മസേന ഇപ്പോൾ ഈ കേരളത്തിൽ ഒരാൾക്ക് 15,000-നും 20,000-നും ഇടയിൽ വരുമാനമുള്ള ആളാണ് എന്ന് മനസ്സിലാകുന്നത്. അതുപോലെ പല കാര്യത്തിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പം പോവർട്ടി ഇൻഡെക്സ് ഉണ്ട്. പോവർട്ടി ഇൻഡെക്സ് പ്രഖ്യാപിച്ചത്, ഈ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക്, ഈ ഓരോ സംസ്ഥാനത്തിലും ഉള്ള ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് ഇവിടെ പ്രഖ്യാപിച്ചത് നമ്മൾ ഇടതുപക്ഷത്തിന് സാധ്യതയോ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആൾക്കാരൊന്നുമല്ല. നീതി ആയോഗാണ് പ്രഖ്യാപിക്കുന്നത്. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കുറവ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കുറവ്. നീതി ആയോഗ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഒരു കണക്കാണ്, ഒരു ഡാറ്റയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാനിത് പഠിപ്പിക്കേണ്ടിയിട്ടും നിങ്ങൾ അറിയേണ്ടതിലേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതിലേക്കും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് ജനസംഖ്യയുടെ 11.28 ദരിദ്രരാണെങ്കിൽ കേരളത്തിൽ അത് 0.7% മാത്രമാണ്. അതോടൊപ്പം ഇവിടുത്തത് 0.7% മാത്രമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ബീഹാറിലെ ദാരിദ്ര്യത്തിൻ്റെ കണക്കെത്രയാണെന്നറിയോ? 51.9%. അവിടെ 100 ആളെ എടുത്താൽ 52 പേരും ദരിദ്രന്മാരായി നിൽക്കുകയാണ്. മണിപ്പൂരിൽ അത് 17.8%. ഇവിടെ രാജസ്ഥാനിൽ ഇപ്പോൾ BJP ഭരിക്കുന്നു, മുന്നേ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള രാജസ്ഥാനിൽ 29.5%. അങ്ങനെ ഗുജറാത്തിൽ, ഈ കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്തിലെ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് 18.6%. ആന്ധ്രാപ്രദേശിൻ്റെത് 12.3%. തെലങ്കാനേൻ്റെ 13.7%. കർണാടകത്തിൻ്റെ 13.2%. പക്ഷെ കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ നിങ്ങൾ പഠിച്ചേ നിവൃത്തിയുള്ളൂ, സംസാരിക്കണം. അതാണ് കേരളം ഒരു സ്വിറ്റ്സർലാൻഡ് പോലെയോ ഒരു മുൻനിര രാഷ്ട്രങ്ങൾക്ക് അടുത്തേക്ക് കേരളം കുതിക്കുകയാണ്. കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ തോത് 0.7%. കേരളത്തിൽ 100 പേരെ എടുത്താൽ അതിൽ ഒരാളെപ്പോലും കാണാൻ പറ്റില്ല. അതിൻ്റെ തോത് 0.7 മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഈ സർവേയുടെ ഭാഗമായി കണ്ടെത്തിയ ആകെ ഈ 0.7 നമ്മുടെ ജനസംഖ്യയിൽ 64,006 കുടുംബങ്ങളാണ് ഉണ്ടാവുക. 90% കുടുംബങ്ങളും അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാകാൻ ഇതിനകം കഴിഞ്ഞു. ഈ നവംബർ 1-ാം തീയതി, ഈ 2025 നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറും. ഇത് നമ്മൾ പഠിച്ചോ?
ഇത് നമ്മൾ അറിഞ്ഞോ? നമ്മൾ വളരെ നിസാര കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക. ബീഹാർ 51.9 മറന്നുപോറ്, നമ്മൾ സഹാക്കൾ മറന്നുപോറ്. നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നമ്പർ മറക്കാൻ പാടില്ല. 51.9 ബീഹാറിൻ്റെ ദാരിദ്ര്യ ഇൻഡെക്സ് എങ്കിൽ കേരളത്തിൻ്റെ 0.7 ഏറ്റവും ദാരിദ്ര്യരില്ലാത്ത ഒരു നാടായിട്ട് ഈ ഇന്ത്യ രാജ്യത്തിൽ കേരളം മാറുകയാണ്. 2025 നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഈ കേരളം മാറും എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്ത് ഈ അഴീക്കോടൻ സ്മരണ പുതുക്കുന്ന സമയത്ത് നമ്മുടെ സഹാക്കൾ ഈ പഠനത്തിന് കൂടി തയ്യാറായിട്ടില്ലെങ്കിൽ ചില സംഘികൾ നടത്തുന്ന അല്ലെങ്കിൽ വലതുപക്ഷക്കാർ നടത്തുന്ന കുപ്രചരണങ്ങളിൽ വീണുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ച് വെക്കാൻ ഉള്ളത്. വേറൊന്ന് പെൻഷൻ എന്ന് പറയുമ്പോൾ ചിലർക്കെല്ലാം മറ്റൊന്ന് പറയുന്നത് പെൻഷൻ്റെ കാര്യമാണ്. അതും കൂടി നമ്മുടെ സഹാക്കൾ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. അതായത് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ പാവങ്ങളെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത നമ്മൾ ആ പെൻഷൻ വാങ്ങുന്ന ആ സ്ത്രീകളുടെ അല്ലെങ്കിൽ പ്രായമായ കർഷക തൊഴിലാളി ജനതയുടെ മുഖത്ത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും. UDF ഭരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള പെൻഷൻ ഒറ്റ 2 കാര്യങ്ങളെ ഞാൻ പറയുന്നു, കൂടുതൽ പറഞ്ഞിട്ട് മുഷിപ്പിക്കുന്നില്ല. നേരത്തെ പോവർട്ടി ഇൻഡെക്സ് പറഞ്ഞു, പോവർട്ടി ഇൻഡെക്സിലെ കാര്യങ്ങൾ പറഞ്ഞു. പഠിക്കണം നമ്മൾ, കാരണം പഠിക്കാതെ നിവൃത്തിയില്ല. കുപ്രചരണങ്ങളാണ്, 100 കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇവിടെ വർഗീയ ശക്തികളും കോർപ്പറേറ്റ് മുതലാളിമാരും നമ്മൾ പറയുന്നത് തമസ്കരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തമസ്കരിക്കുകയാണ്, ചില കുറ്റങ്ങൾ മാത്രം നടത്താൻ. നല്ല ആശുപത്രിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാകുകയാണ്, കാത്ത് ലാബ് ഉണ്ടാകുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിലടക്കം ചെയ്യാതെ ഒരു ഓപ്പറേഷനിൽ ഒരു കോർപ്പറേറ്റ് ആശുപത്രി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചില നിസ്സാര കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കുകയും അതാണ് ഇവിടുത്തെ പോരായ്മ, ആരോഗ്യരംഗത്തൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന പുതിയ രീതിയുണ്ട്. പണ്ട് നമ്മൾ തലവേദനക്കും മറ്റെല്ലാം ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂള്, ചെറിയ 1 രൂപ 2 രൂപയുടെ ക്യാപ്സ്യൂള് കിട്ടാത്തതാണ് പണ്ട് വാർത്ത. ഇപ്പം ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എറ്റേക്കെല്ലാം ഉണ്ടാകുമ്പോൾ, നമ്മൾ ബ്ലോക്കെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന് 2 ലക്ഷം രൂപയിലാണ്. അത് ബഡ്സില്ലപ്പോ എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തുമ്പോൾ നമ്മളെ ആൾക്കാർ വിചാരിക്കും ഈ ആശുപത്രിയിൽ ഒന്നും ഇല്ല എന്നാണ്. ഈ 10,000-കണക്കിന് ആൾക്കാരും ഇന്ന് ആരോഗ്യരംഗത്ത് ആവശ്യമായുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇടപെടാനും നമുക്ക് കഴിയണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. വേറൊന്ന് പെൻഷൻ്റെ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും, സമയമായോ എന്ന് അറിയില്ല. പെൻഷൻ UDFൻ്റെ കാലത്ത് 34 ലക്ഷം പെൻഷനാണ്, 34 ലക്ഷം പേർക്കാണ് പെൻഷൻ UDFൻ്റെ കാലത്ത് നൽകിയത്. ആ കണക്കുകൾ പഠിച്ചു വെച്ചോ, ഒന്ന് ഓർമ്മിച്ചു വെച്ചോ. നമ്മൾ വെറുതെ ഇങ്ങനെ സൂപ്പർഫിഷ്യലായി പറയുന്നതിന് പകരം ഈ കണക്കെന്താണ്, അത് 600 രൂപ വീതം 8,833 കോടി രൂപ. 600 രൂപയാണെന്ന് കൊടുത്ത് 8,833 കോടി രൂപയാണ് അതിന് UDFൻ്റെ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തത്. എന്നാൽ LDFൻ്റെ കാലത്ത് അത് 60 ലക്ഷം കുടുംബത്തിനാണ്. നേരെ 60 അല്ല, 62 ലക്ഷത്തിന് കുടുംബത്തിന് ഇപ്പം പെൻഷൻ കൊടുക്കുന്നുണ്ട്. 1,600 രൂപ വീതം 64,000 കോടി രൂപ ഇപ്പോൾ പെൻഷൻ നൽകുന്നുണ്ട്. 34 ലക്ഷത്തിന് പകരം ഇന്ന് 62 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. ഈ സമൂഹത്തിലെ എല്ലാ ദരിദ്ര വിഭാഗം ജനങ്ങളെയും സാധാരണക്കാരെയും വാർദ്ധക്യം ബാധിച്ചവരെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നിസ്തൂലമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഉദാഹരണം. അങ്ങനെ ഇടതുപക്ഷം നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയപക്ഷം എന്ന രീതിയിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പാർട്ടിയുടെ എല്ലാ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാവും ഐക്യമുന്നണിയുടെ കൺവീനറുമായി എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള
സഖാവ് അഴീക്കോടൻ്റെ ദീപ്ത സ്മരണ പോരാട്ടങ്ങളിൽ ആവേശമായ സാന്നിധ്യമായിരുന്നു സഖാവ് അഴീക്കോടൻ. പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നതിൽ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ അഴീക്കോടൻ നടത്തിയിട്ടുണ്ട്. തൊഴിലാളികളെയും കർഷകരെയും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരെയും ഒരുമിച്ച് അണിനിരത്തി പ്രക്ഷോഭപാതകളിൽ അദ്ദേഹം കരുത്തു പകർന്നു. അങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തിയുള്ള സഖാവിൻ്റെ ദീപ്ത സ്മരണകൾ നമുക്ക് അയവിറക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുമ്പിൽ വന്നു പെടുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകിയതിനെ കുറിച്ച് നമ്മൾ സഖാക്കളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2011-ലും 2016-ലും UDF ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തിയാക്കുന്ന 3000 വീടുകളാണെങ്കിൽ LDF ഇപ്പോൾ 4,51,631. ആ എണ്ണം തീർച്ചയായിട്ടും നമ്മളെ ആൾക്കാർ പഠിക്കണം. ഇതാണ് ഈ വ്യത്യാസം പറയുന്നതിന് പകരം എന്തെങ്കിലും നിസ്സാരമായ വിഷയങ്ങൾ മാത്രം മോദിപ്പെരുപ്പിച്ച് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ സമയം മാത്രമേ സംസാരിക്കുന്നുള്ളതാണ്, ദീർഘിച്ചു പോയി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ലൈഫിൻ്റെ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പൊതുമരാമത്ത് രംഗത്ത് നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂട്ടായ്മയിലൂടെ അവരുടെ കുടുംബത്തിലേക്കും എല്ലാം എത്തിക്കണം. അതിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. വലിയ ഒരു പ്രവർത്തനമാണ് ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വലിയ പ്രഭാഷകനൊന്നുമല്ല, പ്രസംഗമെല്ലാം വളരെ മോശമാണ്. എന്നാലും നമ്മുടെ സഖാക്കൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ, സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. വളരെ നിസ്സാര കാര്യങ്ങൾ, ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പെരുപ്പിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആശുപത്രികൾ, ഇപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം ഭംഗിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2016 മുമ്പേ ഇവിടെ 5 ലക്ഷം കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയ അവസ്ഥയുണ്ട്. 4000 സ്കൂളുകൾ അൺഎക്കോണമിക്കായി എന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടുണ്ട്. അതിനു പകരം 10 ലക്ഷം കുട്ടികളെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂൾ കെട്ടിടവും ഹൈടെക് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു അധ്യാപകൻ വടിയെടുത്ത് ഒരു കുട്ടിയെ മർദ്ദിച്ചാൽ അതോടുകൂടി തീർന്ന് വിദ്യാഭ്യാസ രംഗം കൊളായി, സ്കൂളുകൾ മോശമായി, പൊതുവിദ്യാഭ്യാസം വളരെ മോശമായി. ഇതാണ് പുതിയ ട്രെൻഡ്. ഈ ട്രെൻഡിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സർക്കാരിന് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങും സപ്പോർട്ടും എല്ലാം നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് വർഗീയ ശക്തികൾ പിടിച്ചെടുക്കുന്നത്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റിനെയും കീഴ്പ്പെടുത്താൻ ബഹുദൂരം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളിയെ നേരിടാൻ ആവശ്യമായിട്ട് ഒരു പടച്ചട്ട അണിയാൻ ഇതുപോലുള്ള അനുസ്മരണ പരിപാടികൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഒറ്റ കാര്യം ഞാൻ പറയാണ്, നമ്മൾ ഒരു പൊതുയോഗത്തിലോ ഒരു പരിപാടിയിലോ ഒരു പദ്ധതിയിലോ സൂചിപ്പിക്കാത്തതാണ് നമ്മൾ പഞ്ചായത്ത് ത്രൂ ഗവൺമെൻറ് നൽകുന്ന 30 രൂപക്ക്, ഇത്രനാളത് 20 ആയിരുന്നു, പിന്നെ ആണത് 30 രൂപക്ക് നൽകുന്ന ഉച്ചഭക്ഷണം, പൊതിച്ചോറ്. ആ ഭക്ഷണത്തെക്കുറിച്ച് ഒരാൾ ഒരു സ്ഥലത്തും പറയുന്നില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ, ഭക്ഷണത്തിൻ്റെ ഊണിൻ്റെ വില വർധനവ് പിടിച്ചു നിർത്താൻ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരൊറ്റ കാര്യം മതി കേരളത്തിലെ ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായി മുന്നോട്ട് പോയി എന്ന് കാണിക്കാൻ. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനായ ആവശ്യമായ അനിവാര്യമായ പിന്തുണ നൽകണം. പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയൂ. കാരണം നമ്മുടെ മുമ്പിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന
അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന, പൂർണ്ണമായി എന്ന് പറയാൻ പറ്റൂലെങ്കിലും ആ രാജ്യത്ത് സാധാരണക്കാരുടെ ജനജീവിതം സംരക്ഷിച്ചതിൻ്റെ ഉദാഹരണം നമ്മൾ കോവിഡ് കാലത്തെല്ലാം കണ്ടതാണ്. അത് കേരളവും അതിന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വിയറ്റ്നാം നടത്തിയിട്ടുണ്ട്, കൊറിയ നടത്തിയിട്ടുണ്ട്, ചൈന നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പിൽ പകച്ചു നിന്ന ഒരേ ഒരു രാഷ്ട്രം മുതലാളിത്തിൻ്റെ അപ്പോസ്തലന്മാരായി എന്ന് എപ്പോഴും അപ്പോസ്തലരായി എപ്പോഴും സൂചിപ്പിക്കുന്ന അമേരിക്കയാണ്. അവർക്ക് ജനജീവിതത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ലേറ്റായി പോയി എന്നുള്ളത് കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചതിൽ അത്യധികമായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കണ്ടന്റ് നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ ഇനിയുള്ള സമയം അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രവർത്തനമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയിലൂടെ നിർവഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അഭിവാദ്യങ്ങളോടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.